അസ്സലാമലൈക്കും. ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇയാള് സുപ്രഭാതത്തിനെ ഇല്ലാതെയാക്കാൻ നക്കിക്കൊല്ല എന്ന് പറയാം നാടൻ ഭാഷയിൽ. വീട്ടിലേക്ക് ഹൈദരലി ശിഹാബ് തങ്ങൾ അതുപോലെ തന്നെ സ്വാണക്കാട് സാദാത്തുക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി മായിനാജിയുടെ നേതൃത്വത്തിൽ എന്താ അജണ്ട അറിയങ്ങൾ? യോഗത്തിൽ സുപ്രഭാതത്തിൻ്റെ പ്രചരണ ക്യാമ്പയിൻ വിജയിപ്പിക്കാനുള്ള യോഗമല്ല, സുപ്രഭാതത്തിനെ ഇല്ലാതാക്കാനുള്ള യോഗം. എവിടെ യോഗം ചെയ്യുന്നത്? കുഞ്ഞാലിക്കുട്ടിൻ്റെ പെരിയിൽ. എവിടെ ആരായാലും പങ്കെടുക്കുന്നത്? മായിനാജി, കല്ലായനെ പോലത്തെ ആൾക്കാർ. അതേപോലെ തന്നെ എന്നിട്ട് ആരൊക്കെ വിളിക്കുന്നതിലേക്ക്? പാണക്കാട്ടുള്ള മുഴുവൻ സാദാത്തുക്കളെയും. അന്ന് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ഹയാത്തുള്ള കാല മഹാനവറുകൾ. എന്നിട്ട് എന്താ വിഷയം അവതരിപ്പിക്കുന്നത് നിങ്ങൾ? ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതായിട്ട് വന്നു, ഹൈദരലി തങ്ങളുടെ ഫോട്ടോ ബാക്ക് പേജിൽ എവിടെയാണ് വന്നത്? അപ്പോൾ അതൊരു വിവേചനമാണ്. ഇങ്ങനെ പറഞ്ഞു ഉരുട്ടി കൊണ്ടുവരിക. ഇത് കേട്ടപ്പോൾ മൊഴീനലി തങ്ങൾ പറഞ്ഞു, ജിഫ്രി തങ്ങൾ എൻ്റെ വാപ്പാനെയും കൂടി തമ്മിൽ തെറ്റിച്ചുള്ള പണി നിങ്ങൾ എടുക്കണ്ടാറ്. അത് ഇനി വല്ല പള്ളി ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ മറ്റേത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ഒക്കെ കയറാൻ വന്നിട്ടുണ്ടാകും. അത് നിങ്ങളിങ്ങനെ പറഞ്ഞ് പർവ്വതീകരിച്ച് വാപ്പാനെയും ജിഫ്രി തങ്ങളെയും കൂടി നിങ്ങൾ തെറ്റിച്ചണ്ടാന്ന് പറഞ്ഞു. അല്ല, അത് അങ്ങനല്ല എന്ന് പറഞ്ഞ് വീണ്ടും മായിനാജി എണീറ്റപ്പോൾ ഇരിക്കവിടെ ആചാര്യരെ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ. പിന്നെ സംസാരിക്കാൻ അയച്ചില്ല. മനസ്സിലായ നിങ്ങൾക്ക്? അങ്ങനെ സ്വന്തം വീട്ടിൽ യോഗം ചേർന്ന് സുപ്രഭാതത്തിന് ഞെക്കിക്കൊല്ലാൻ എല്ലാ അടവും പയറ്റിയ ആളിപ്പോൾ പറയാ സുപ്രഭാതം വേദനിപ്പിച്ചു പോലും. സുപ്രഭാതത്തിൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കിയിട്ട് കൊല്ലാനുള്ള ശ്രമം നടത്തിയ ആൾക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങളെ കുട്ടികൾ സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഇപ്പോൾ അതിൻ്റെ തിരക്കാണ്. അതിൻ്റെ തിരക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ അവിടുന്ന് മൂവ് കണ്ടൊരു ക്രീമുണ്ട്, അത് കൊടുത്തയക്കും. അപ്പോൾ അത് വേദനിച്ചോട് നല്ലോണം പേറ്റിക്കാളി. ഇതൊക്കെ തുടങ്ങുമ്പോൾ ആലോചിച്ചേണ്ടിയിരുന്നു. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എന്നിട്ട് വേദനിപ്പിച്ചാലോ? എന്താ വേദനിപ്പിക്കലേറെ? നിങ്ങൾ പരസ്യം കൊടുത്തു, ഒരു രാഷ്ട്രീയ പാർട്ടി തന്ന പരസ്യം ഒരു പത്രത്തിൽ കൊടുത്തു എന്നുള്ളതാണ് വേദന. എന്നാൽ നമ്മൾ പരസ്യം കൊടുക്കുക, വേറെ ആരും കൊടുക്കണ്ട. നമ്മൾ കൊടുത്ത കായ് തന്നെ 17 ലക്ഷം ഇനിയും കിട്ടാനാ. എന്നാൽ വേറെ ആരെങ്കിലും കൊടുക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാലോ ഫോൺ വിളിച്ചാൽ കൊടുക്കണ്ടട്ടോ. ഈ ആദ്യ കുട്ടിക്കളി അമ്മായിമ്മപ്പോരൊക്കെ നിർത്തിയിട്ട് അവസാന കാലമായില്ലേ, 10-20 വയസ്സായില്ലേ, നേരാകാൻ നോക്കി മനുഷ്യന്മാരെ. സുപ്രഭാതം അതിൻ്റെ പണിയായിട്ട് അങ്ങനെ പോയിക്കോട്ടെ, അതിന് വല്ല പിന്തുണയും കൊടുക്കാൻ നോക്കി. എന്നിട്ട് ഞെക്കിക്കൊല്ലാൻ നോക്കിയ ആൾക്കാർ ഇപ്പോൾ പറയാം ഞങ്ങൾക്ക് വേദനിച്ചു. നല്ല മൂവ് ക്രീം കിട്ടും, അത് നമ്മളെ കുട്ടികൾ കൊടുത്തേക്കും ഇൻഷാ അല്ലാ. ഗൾഫ് സുപ്രഭാതത്തിൻ്റെ എഡിഷൻ ഇറങ്ങി ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തയക്കുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്, വൈക്കോയായിട്ട് വരും. വേദനിച്ചാലോ, വല്ലാത്ത വേദനയായിപ്പോയി.